ഹായ്, എല്ലാവർക്കും റിയാസ് വില്ലേജ് ഫുഡിലേക്ക് സ്വാഗതം. നമുക്കൊന്നൊരു ചീസ് ഫില്ലിംഗ് പൊട്ടാറ്റോ ബോൾ ഉണ്ടാക്കിയാലോ? സംഭവം വെരി ടേസ്റ്റിയാണ്. നമുക്ക് ഒരു 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ ഇങ്ങനെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സാധനം ചൂടാറിയിട്ടില്ല, നല്ല പൊള്ളുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇതേമാതിരി നമുക്ക് എല്ലാതും തൊലിച്ചെടുക്കണം. ഭയങ്കര ചൂടായിട്ടില്ല. ഇപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇതേമാതിരി നന്നായിട്ട് പേസ്റ്റ് ആക്കണം. കഷ്ണമാവരുത്, ഫുള്ള് പേസ്റ്റ് ആക്കി എടുക്കണം. സംഭവം നല്ല ചൂടാണ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചേരുവകൾ ചേർക്കാം. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങിലേക്ക് നമുക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ലേശം മല്ലിച്ചപ്പ്, കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. കുറച്ച് കോൺഫ്ലവർ പൊടി. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മളെ ഉരുളക്കിഴങ്ങിൽ ഇട്ടിരുന്നു. ഇതിനാവശ്യമായ ഉപ്പ് ലേശം കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പൊരിക്കണം. ഈ കോൺഫ്ലവർ പൊടി ഇട്ടാലുള്ളൂ നമുക്കിത് കറക്റ്റ് ടൈറ്റായി കിട്ടുള്ളൂ. മറ്റേത് ലൂസായിട്ടൊക്കെ. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മസാലയൊക്കെ കൂട്ടി നല്ല കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായ ചീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് അതിനെല്ലാം ചീസ് കട്ട് ചെയ്തെടുക്കാം. അത് കട്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളെ ചീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനാവശ്യമായ 3 കോഴിമുട്ട പൊട്ടിച്ചെടുക്കാം. 3 കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ലേശം കുരുമുളക് പൊടി, പിന്നെ അതിനാവശ്യമായ ലേശം ഉപ്പ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ചീസ് ഫില്ലിംഗ് പൊട്ടാറ്റോ ബോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് നമ്മളത് കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് പരത്തുക. നന്നായിട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ റൗണ്ട് ചെയ്തെടുക്കണം. ചീസ് ഉള്ളിൽ പെടുന്ന രീതിയിൽ അങ്ങനെ ബോളാക്കിയിട്ട് എടുക്കുക. ഇതേമാതിരി എല്ലാം നമുക്കൊന്ന് ബോളാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങിൽ ചീസൊക്കെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് പൊരിച്ചെടുക്കാം. അതിന് നമ്മളെ ചീസ് നിറച്ച ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് കോഴിമുട്ടിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മളെ റസ്ക് പൊടിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളൊരു പാനിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബോളാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേവിക്കണം, അല്ലെങ്കിൽ ഇത് പുറം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളെ ബോൾ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളെ ചീസ് നിറച്ചത് റെഡിയായി വരികയാണ്. സംഭവം വെരി ടേസ്റ്റിയാണ്. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ കരിയാതെ നോക്കണം. കരിഞ്ഞാൽ ടേസ്റ്റൊക്കെ പോവും. പരമാവധി നമ്മളിത് ഓരോ തീ കൊടുത്ത് കരിയിക്കാതെ ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ മക്കളെ, നമ്മളെ ചീസ് ഫില്ലിംഗ് പൊട്ടാറ്റോ ബോൾ റെഡിയായി വന്നിട്ടുണ്ട്. സംഭവം നല്ല സ്മെല്ലാണ്. ഭയങ്കര എല്ലാ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി സാധനമാണ്. നമുക്കത് ഇനി പോരാ.
ഊറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റാം. അപ്പോൾ മക്കളെ നമ്മളെ ചീസ് ഫില്ലിങ് പൊട്ടാറ്റോ പോകണ്ടില്ലേ, ഇതിങ്ങനെ പൊളിച്ചതാണ്ടില്ലേ, ചീസ് ഇങ്ങനെ വെണ്ണ പോലെ ഒഴുകുകയാണ്. എന്നിട്ടിതങ്ങനെ കുറച്ച് ടൊമാറ്റോ സോസും എടുത്തിട്ട് അതിലിങ്ങനെ മുക്കിയിട്ടാണ് തിന്നുക. ഭയങ്കര ടേസ്റ്റാണ്. അല്ലോ വളഞ്ഞി മാതിരിയാണ് ചീസ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെക്കും ബായ്.